മിശിഹായിൽ സ്നേഹമുള്ള സഹോദരീ സഹോദരങ്ങളെ, ഈ വചന ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാ വ്യക്തികളെയും കുടുംബങ്ങളെയും സ്ഥലസമൂഹങ്ങളെയും ഈശോ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. മിശിഹായിൽ സ്നേഹമുള്ളവരെ, തിരുവചനത്തിൽ, തിരുവചന വായനകളിൽ തിരുവചനം പരിശോധിക്കുമ്പോൾ മാതൃകാപരമായി ജീവിച്ച പല ദമ്പതികളെയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. തിരുവചനം ആരംഭിക്കുന്നത് തന്നെ ആദത്തിൻ്റെയും ഹവ്വായുടെയും ജീവിതം അവതരിപ്പിച്ചുകൊണ്ട് തന്നെയാണല്ലോ. അവിടെ നിന്ന് അങ്ങോട്ട് ദമ്പതികളായ ഭാര്യ ഭർത്താക്കന്മാരെക്കുറിച്ച് തിരുവചനം പല രീതിയിൽ പ്രതിപാദിക്കുന്നത് കാണാൻ സാധിക്കും. അബ്രാഹം, സാറ, ഇസ്ഹാക്ക്, റബേക്ക, യാക്കോബ്, റാഹേൽ എന്നിങ്ങനെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലാണെങ്കിൽ ജോസഫും മറിയവും എലിസബത്തും സക്രിയായും എന്നിങ്ങനെ ദാമ്പത്യ ജീവിതത്തിൽ മാതൃകാപരമായി ജീവിച്ചിരുന്ന വ്യക്തികളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ സമയം ശ്രേഷ്ഠമായ ജീവിതത്തിലൂടെ, ദാമ്പത്യ ജീവിതത്തിൻ്റെ അവിഭാജ്യതയിലൂടെ കർത്താവിൻ്റെ വചനത്തിന് സാക്ഷ്യം വഹിച്ച ദമ്പതികളെക്കുറിച്ചാണ് ഈ തിരുവചന ഭാഗ സമയത്ത് വിചിന്തനം നടത്തുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ ദമ്പതികളെക്കുറിച്ച് 6 പ്രാവശ്യം പുതിയ നിയമത്തിൽ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. അവരുടെ പേര് ഇപ്രകാരമാണ്: ആക്വിലായും പ്രിസ്കില്ലയും. അതിൽ 3 തവണ ഭർത്താവിൻ്റെ പേര് ആദ്യം, അടുത്ത 3 തവണ ഭാര്യയുടെ പേര് ആദ്യം. ഒരേ ഹൃദയത്തോടെ, ഒരേ മനസ്സോടെ തങ്ങൾക്കുള്ളതെല്ലാം സ്നേഹപൂർവം പങ്കുവച്ച് ജീവിച്ച ദമ്പതികളാണ് ആക്വിലായും പ്രിസ്കില്ലയും. ഇവരെ നമുക്ക് ഒറ്റയ്ക്ക് കാണാനായിട്ട് സാധിക്കുകയില്ല. ഈ 6 തിരുവചന ഭാഗങ്ങളിലും ഇവരെ ഒരുമിച്ച് മാത്രമേ കാണുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അത് തന്നെ അർത്ഥമാക്കുന്നത് ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ അത്രമാത്രം സ്നേഹവും ഐക്യവും ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. ആക്വില എന്ന വാക്കിൻ്റെ അർത്ഥം നമുക്കറിയാവുന്നതുപോലെ ഈഗിൾ അല്ലെങ്കിൽ പരുന്ത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഉയർന്നു പറക്കുന്ന പക്ഷിയാണ് പരുന്ത്. ഉയരങ്ങളിലായിരുന്നു കൊണ്ട് ഒരു വീക്ഷണം നടത്തുവാൻ സാധിക്കുന്ന പക്ഷിയാണ് പരുന്ത്. അതുപോലെ തന്നെ ജീവിതത്തെക്കുറിച്ച്, ദൈവവചനത്തെക്കുറിച്ച് ഉയർന്ന ചിന്തകളുമായി അതിനുവേണ്ടി സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്ത വ്യക്തിയായി തീരുകയാണ് ആക്വില. തിരുസഭയിൽ മാതൃകാ ദമ്പതികളാണ് ഇവരെന്ന്, പ്രത്യേകിച്ച് ആദിമസഭയിൽ മാതൃകാ ദമ്പതികളായി ജീവിച്ചിരുന്നവരാണ് ഇവരെന്ന് നമുക്ക് നിസ്സംശയം പറയാം. പ്രിസ്കില്ല എന്ന വാക്കിന് പ്രിസ്ക എന്ന വാക്കിൽ നിന്നാണ് പ്രിസ്കില്ല എന്ന പേര് വരുന്നത്. ആ പേരിന് മനോഹരമായിട്ടുള്ള അർത്ഥങ്ങളുണ്ട്. വെൻറബിൾ എന്നും
വർത്തി എന്നുമുള്ള അർത്ഥങ്ങൾ പ്രിഷില്ല എന്ന വാക്കിന് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ഇവർ രണ്ടുപേരും ഒരുമിച്ചാണ് തിരുവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുക. എങ്ങനെയാണ് 6 സുവിശേഷ അല്ലെങ്കിൽ അപ്പസ്തോല പ്രവർത്തനത്തിലും ലേഖന ഭാഗങ്ങളിലും ഇവർ പ്രത്യക്ഷപ്പെടുന്നത്, ഏത് സാഹചര്യത്തിലാണ് എന്ന് നമുക്ക് പരിശോധിക്കാം. ഇവരിലൂടെ ഒരു മാതൃകാ ദമ്പതികൾ എങ്ങനെ ആയിരിക്കണമെന്ന്, എങ്ങനെ ആയിത്തീരണമെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഒന്നാമതായി ഇവരെ കാണുന്നത് അപ്പസ്തോല പ്രവർത്തനം 18-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള തിരുവചനങ്ങളിലാണ്. ദാമ്പത്യ ജീവിതത്തിൻ്റെ ആനന്ദം നുകർന്ന് കഴിഞ്ഞവരായിരുന്നു ഈ ദമ്പതികൾ, ആക്വിലായും പ്രിസ്കില്ലായും. ഭാര്യാഭർത്താക്കന്മാർ, ദമ്പതികൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു ചിന്തയാണ് ദാമ്പത്യ ജീവിതത്തിൻ്റെ ആനന്ദത്തിൽ വളരുക, ഉയരുക എന്നുള്ളത്. അപ്പസ്തോല പ്രവർത്തനം 18-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള തിരുവചനങ്ങൾ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കുന്നു. ഇവർ ക്ലൗദിയൂസ് ചക്രവർത്തിയുടെ കൽപ്പന പ്രകാരം ഇറ്റലിയിൽ ജീവിച്ചിരുന്ന ഇവർ ഇതാ പിന്നീട് കൊറിന്തോസിലേക്ക് എത്തുന്നതായി കാണുന്നു. ഒരു രാജ്യം തങ്ങൾ ജീവിച്ചിരുന്ന ഭവനം വിട്ട് വേറൊരു സ്ഥലത്തേക്ക് എത്തേണ്ടി വന്നപ്പോഴും അവർ കർത്താവിനെ കൈവിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പസ്തോല പ്രവർത്തനം 18-ാം അധ്യായം 1 മുതൽ തിരുവചനത്തിൽ നമ്മൾ കാണുന്നു, പൗലോസ് ആഥൻസ് വിട്ട് കൊറിന്തോസിലെത്തി. കൊറിന്തോസിലെത്തിയപ്പോൾ, കർത്താവിൻ്റെ വചന ശുശ്രൂഷയ്ക്കായി കൊറിന്തോസിലെത്തിയപ്പോൾ പൗലോസ് താമസിക്കാനായിട്ട് തിരഞ്ഞെടുത്തത് ആക്വിലയുടെയും പ്രിസ്കില്ലയുടെയും ഭവനമാണ്. ആതിഥ്യ മര്യാദയുള്ള ജീവിതമായിരുന്നു ആക്വിലയുടെയും പ്രിസ്കില്ലയുടെയും. കർത്താവിൻ്റെ അപ്പസ്തോലനെ സ്വീകരിക്കുവാൻ അവരുടെ മനസ്സും ഹൃദയവും ഭവനവും അവർ തയ്യാറാക്കി വെച്ചു. തിരുവചനത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നു, 18 മാസത്തോളം വിശുദ്ധ പൗലോസ്ലീഹ അവരുടെ കൂടെ താമസിച്ചു. വിജാതിയുടെ അപ്പസ്തോലനായ പൗലോസിൽ നിന്ന് ദൈവവചനത്തിൻ്റെ ബാലപാഠങ്ങൾ പഠിക്കാൻ ഈ അവസരം അവർ തീർച്ചയായും ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് വന്നപ്പോൾ ഉണ്ടാകുന്ന സഹനങ്ങളിലും സങ്കടങ്ങളിലും വേദനകളിലും അവർ ഒരുമിച്ച് നിന്നതായി തിരുവചനം വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു. അതിനേക്കാൾ ഉപരിയായി കർത്താവിൻ്റെ ശിഷ്യനെ, വിജാതിരിയുടെ അപ്പസ്തോലനെ, സുവിശേഷ പ്രഘോഷകനെ തങ്ങളുടെ ഭവനത്തിൽ സ്വീകരിക്കാനുള്ള ആദ്യത്തെ മര്യാദ ഇവർക്ക് ധാരാളമുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു കുടുംബത്തിലേക്ക് ഒരു വൈദികൻ, ഒരു സുവിശേഷ പ്രഘോഷകൻ, കർത്താവിന് സാക്ഷ്യം വഹിക്കുന്ന വ്യക്തി കടന്നു വരുമ്പോൾ എങ്ങനെ സ്വീകരിക്കണമെന്നും എങ്ങനെ ആതിഥ്യമരുളണമെന്നും ഇതാ ഈ ദമ്പതികൾ പ്രത്യേകമായി നമ്മെ പഠിപ്പിക്കുന്നു. ദാമ്പത്യ ജീവിതത്തിൻ്റെ ആനന്ദം. ഇവിടെ നമ്മൾ വീണ്ടും തിരിച്ചറിയുന്നൊരു കാര്യമുണ്ട്. അവർ ഒരുമിച്ച് ജോലി ചെയ്യുന്നവരായിരുന്നു. എന്തായിരുന്നു അവരുടെ ജോലി എന്ന് തിരുവചനം പറയുന്നു. അവർ പൗലോസ്ലീഹായുടെ ഒത്ത് ഒന്നിച്ച് കൂടാരപ്പണിയിൽ ഏർപ്പെട്ടിരുന്നവരായിരുന്നു. തങ്ങളുടെ സ്വന്തം അധ്വാനം കൊണ്ട് ഒരേ മനസ്സോടെ അത്യുദ്ധാനം, കഠിനാധ്വാനം ചെയ്യാനായിട്ടുള്ള മനസ്സ് അവർക്കുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ കാലഘട്ടത്തിലെ കുടുംബജീവിതം നയിക്കുന്നവരെ ഒന്ന് താരതമ്യം നടത്തി നോക്കുക. ഒരേ മനസ്സോടെ ഒരേ ജോലി ചെയ്ത്
മുന്നേറാൻ കഷ്ടപ്പെടുന്ന ദമ്പതികളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവർക്കെല്ലാവർക്കും ഒരു മാതൃകയായി ദാമ്പത്യ ജീവിതത്തിൽ ആനന്ദം കണ്ടെത്തിക്കൊണ്ടിരുന്ന ദമ്പതികളാണ് ആക്വിലായും പ്രിസ്കില്ലായും. അവരുടെ ജോലിയിലും ആതിഥ്യ മര്യാദയിലും സഹനങ്ങളുണ്ടായപ്പോഴും അവർ ഒരുമിച്ച് നിന്നതായി തിരുവചനം നമ്മെ ഓർമ്മിപ്പിച്ചു തരുന്നു. രണ്ടാമതായി ഇവരുടെ പ്രത്യേകത നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അപ്പസ്തോല പ്രവർത്തനം 18-ാം അധ്യായം 18-ഉം 19-ഉം തിരുവചനങ്ങളിലാണ്. ആ തിരുവചനഭാഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ പറയുവാനും ഞാൻ ആഗ്രഹിക്കുന്നു. വേർപിരിയാനാവാത്ത ബന്ധം കാത്തു സൂക്ഷിച്ചവരായിരുന്നു ആക്വിലായും പ്രിസ്കില്ലായും. വേർപിരിയാനാവാത്ത ബന്ധം കാത്തു സൂക്ഷിച്ചവർ. ദാമ്പത്യ ജീവിതത്തിൽ അടിസ്ഥാനപരമായി വേർപിരിയാനാവാത്ത ബന്ധം വേണമെന്ന് അവരുടെ ജീവിതം കൊണ്ട് കാണിച്ചു തരികയാണ് ആക്വിലായും പ്രിസ്കില്ലായും. അവിടെ നമ്മൾ വായിക്കുന്നത് ഇപ്രകാരമാണ്. 18 മാസത്തെ താമസത്തിന് ശേഷം പൗലോസ് സിറിയായിലേക്ക് യാത്രയാവുകയാണ്. സിറിയായിലേക്ക് കപ്പൽ കയറിയപ്പോൾ പ്രിസ്കില്ലായും ആക്വിലായും പൗലോസിനോട് കൂടെ പോയി എന്നാണ് പറയുന്നത്. ദമ്പതികളുടെ തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദമ്പതികളുടെ ഒരുമിച്ചുള്ള ആദ്യത്തെ മിഷണറി യാത്രയായി നമുക്ക് ഇതിനെ കാണാനായിട്ട് സാധിക്കും. കത്തോലിക്ക തിരുസഭയിൽ ദമ്പതികളുടെ ആദ്യത്തെ മിഷണറി യാത്രയായി നമുക്കിതിനെ കാണാവുന്നതാണ്. വേർപിരിയാനാവാത്ത ബന്ധം കാത്തു സൂക്ഷിച്ചവരാണ് ആക്വിലായും പ്രിസ്കില്ലായും. വേണമെങ്കിൽ ആക്വിലായ്ക്ക് പറയാമായിരുന്നു, നീ ഇവിടെ താമസിക്കുക, ഞാൻ പൗലോസിൻ്റെ കൂടെ മിഷണറി യാത്ര നടത്തി വരട്ടെ, നീ കുടുംബവും കുടുംബത്തിൻ്റെ കാര്യങ്ങൾ നോക്ക് എന്ന് പറയാമായിരുന്നു. പക്ഷെ അതിനൊന്നും മുതിരാതെ ഇതാ രണ്ടുപേരും ഒരുമിച്ച് പൗലോസ്ലീഹായുടെ കൂടെ മിഷണറി യാത്ര നടത്തുന്നതായി നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവർ തമ്മിൽ വേർപിരിക്കാനാവാത്ത ബന്ധം അവർ തമ്മിലുണ്ടായിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. അതിനേക്കാൾ ഉപരിയായി പൗലോസ്ലീഹയുമായി വലിയ ആത്മബന്ധം ഇവർ പുലർത്തിയിരുന്നു. അതുകൊണ്ടാണ് അവർ പൗലോസ്ലീഹായോടൊപ്പം സിറിയായിലേക്ക് കപ്പൽ കയറുന്നത്. പിന്നീട് നമ്മൾ കാണുന്നു, സിറിയായിലേക്കുള്ള യാത്രാമധ്യേ എഫേസോസിലെത്തിയപ്പോൾ പ്രിസ്കില്ലായും ആക്വിലായും എഫേസോസിൽ തങ്ങുന്നു. പിന്നീട് പൗലോസ് സിറിയായിലേക്ക് യാത്ര തുടരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. മിഷണറി യാത്രയുടെ സംഘട്ടനങ്ങളും വേദനകളും ബുദ്ധിമുട്ടുകളുമെല്ലാം പൗലോസ് ഇവർക്ക് പറഞ്ഞു കൊടുത്ത് കാണണം. പക്ഷേ അതൊന്നും സാരമില്ല എന്ന് പറഞ്ഞ് കർത്താവിന് വേണ്ടി എന്തും ത്യജിക്കാനും സഹിക്കാനും തയ്യാറായി മിഷണറി യാത്ര നടത്തുന്ന ആക്വിലായെയും പ്രിസ്കില്ലായെയും നമ്മൾ തിരുവചനത്തിൽ കണ്ടുമുട്ടുന്നു. വേർപിരിയാനാവാത്ത ബന്ധം കാത്തു സൂക്ഷിക്കുന്നവരായിരിക്കണം മാതൃക ദമ്പതികൾ. വീണ്ടും നമ്മളിവരെ കാണുന്നത് അപ്പസ്തോല പ്രവർത്തനം 18-ാം അധ്യായം 26-ാം തിരുവചനത്തിലാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കുന്നു, കർത്താവിൻ്റെ വചനത്തിൽ ആഴപ്പെടുന്ന ദമ്പതികളെയാണ് നമ്മൾ കാണുന്നത്. കർത്താവിൻ്റെ വചനത്തിൽ ആഴപ്പെടുന്ന ദമ്പതികൾ. ദാമ്പത്യ ജീവിതം നയിക്കുന്നവർ, ഭാര്യ ഭർത്താക്കന്മാരായി ജീവിതം ആരംഭിച്ചവർ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ് എങ്ങനെയാണ് വചനത്തിൽ ആഴപ്പെടുക എന്നുള്ളത്. ആക്വിലായുടെയും പ്രിസ്കില്ലായുടെയും ജീവിതം വചനത്തിൽ ആഴപ്പെട്ടുള്ളൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് നമ്മെ ഓർമ്മിപ്പിച്ചു തരുന്നു. അപ്പോസ്തല പ്രവർത്തനം 18-ാം അധ്യായം 24 മുതലുള്ള തിരുവചനത്തിൽ അപ്പോളാസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നമ്മൾ കാണുന്നു. അപ്പോളാസ്
വളരെ തീക്ഷ്ണമതിയായിട്ടുള്ള വ്യക്തിയാണ്. തീക്ഷ്ണതയോടെ കർത്താവിൻ്റെ വചനത്തിന് സാക്ഷ്യം വഹിച്ചു കൊണ്ടിരുന്ന വ്യക്തിയാണ്. അപ്പോളോസിനെ കുറിച്ച് ഇപ്രകാരമാണ് പറയുന്നത്: അവൻ വാഗ്മിയും വിശുദ്ധ ലിഖിതങ്ങളിൽ അവഗാഹം നേടിയവനുമായിരുന്നു. അത്രമാത്രം പാണ്ഡിത്യം അവനുണ്ടായിരുന്നു. നല്ല വചന ശുശ്രൂഷ നടത്താനുള്ള കൃപാവരം അവനുണ്ടായിരുന്നു. പക്ഷേ അവൻ്റെ അറിവ് ഭാഗികമായിരുന്നു എന്ന് നമ്മൾ തിരുവചനത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നു. തിരുവചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്: അവന് യോഹന്നാൻ്റെ ജ്ഞാനസ്നാനത്തെക്കുറിച്ച് മാത്രമേ അറിവുണ്ടായിരുന്നുള്ളൂ. സ്നാപ യോഹന്നാൻ്റെ കാലഘട്ടം വരെ ഉള്ള അറിവ് മാത്രം വെച്ചാണ് അവൻ തീക്ഷ്ണതയോടെ കർത്താവിൻ്റെ വചനങ്ങൾ പ്രഘോഷിച്ചിരുന്നത്. ഇതാ അപ്പോളോസ് വചനപ്രഘോഷ ശുശ്രൂഷയുടെ ഭാഗമായി ഇതാ എഫേസോസിലെത്തുന്നു. എഫേസോസിലെ സിനഗോഗുകളിൽ അവൻ തീക്ഷ്ണതയോടെ കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കുന്നു. എഫേസോസിൽ താമസിച്ചിരുന്ന ആക്വിലായും പ്രിസ്കില്ലായും ഇതാ അപ്പോളോസിൻ്റെ വചന ശുശ്രൂഷയിൽ പങ്കുചേരുന്നു. തിരുവചനം പറയുന്നത് ഇപ്രകാരമാണ്. അപ്പോസ്തല പ്രവർത്തനം 18-ാം അധ്യായം 26-ാം തിരുവചനം: പ്രിസ്കില്ലായും അക്വിലായും അവൻ്റെ പ്രസംഗം കേട്ടു, അപ്പോളോസിൻ്റെ പ്രസംഗം കേട്ടു. പക്ഷെ അവർക്കൊരു കാര്യം മനസ്സിലായി. പൗലോസിൽ നിന്ന് പഠിച്ച കാര്യങ്ങൾ ഇതാ അപ്പോളോസ് പറയുന്നില്ല. ക്രിസ്തുവിനെക്കുറിച്ച് കൂടുതൽ പറയാനായിട്ട് അപ്പോളോസിന് സാധിക്കുന്നില്ല എന്ന് ഇതാ ആക്വിലായും പ്രിസ്കില്ലായും മനസ്സിലാക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവിനെക്കുറിച്ച് ക്രിസ്തുവിനെക്കുറിച്ച് ആഴത്തിലുള്ള അറിവുണ്ടായിരുന്ന പ്രിസ്കില്ലായും ആക്വിലായും എന്ത് ചെയ്തെന്നറിയാമോ? അവർ ചെയ്തത്, അവർ അപ്പോളോസിനെ കൂട്ടിക്കൊണ്ടുപോയി ദൈവത്തിൻ്റെ മാർഗം എന്താണെന്ന് വളരെ വ്യക്തമായി അവന് പറഞ്ഞു കൊടുക്കുകയാണ്. ഇംഗ്ലീഷ് ബൈബിളിൽ നമുക്ക് ഇങ്ങനെയൊരു വാക്ക് വായിക്കാനായിട്ട് സാധിക്കും. അവർ വളരെ ആക്യുറേറ്റായിട്ട്, വളരെ കൃത്യമായി യേശുവിനെക്കുറിച്ച് അപ്പോളോസിനെ പഠിപ്പിക്കുന്നത്, പറഞ്ഞു കൊടുക്കുന്നത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 18 മാസത്തോളം പൗലോസ് ലീഹായിൽ നിന്ന് ലഭിച്ച വലിയ വചനത്തിൻ്റെ കൃപ, യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവ്, യേശുവിൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ജ്ഞാനം ഇതാ അപ്പോളോസിന് കൈമാറുന്നതായി നമ്മൾ ഇവിടെ കാണുന്നു. ആഴമായ വചനബോധ്യത്തിൽ നിന്ന് മാത്രമേ മറ്റൊരു വ്യക്തിയെ പഠിപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇവിടെ ആക്വിലയ്ക്കും പ്രിസ്കില്ലയ്ക്കും വചനത്തിൽ ആഴമായ അറിവുണ്ടായിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതിൻ്റെ വെളിച്ചത്തിൽ അവർക്ക് ലഭിച്ചിരുന്ന കൃപാവരം ഉപയോഗിച്ച് അപ്പോളോസിനെ അവർ പഠിപ്പിക്കുന്നു, മനസ്സിലാക്കി കൊടുക്കുന്നു. പിന്നീട് നമ്മൾ അപ്പോളോസിനെ കാണുന്നത് ക്രിസ്തുവിനെക്കുറിച്ച് ശക്തിയുക്തം വാദിക്കുന്നതായും മറ്റ് യഹൂദരുമായി വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെടുന്നതുമായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇവരിൽ നിന്ന് ലഭിച്ച വലിയ ക്രിസ്തുവിനെക്കുറിച്ചുള്ള ജ്ഞാനം, വചനത്തിൻ്റെ ഒരു അഭിഷേകം അപ്പോളോസിന് ലഭിച്ച് അപ്പോളോസ് അത് ഉപയോഗിക്കുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഒരു വ്യക്തിയുടെ ജീവിതത്തെ മാറ്റുവാൻ തക്ക ആഴമായ വചനബോധ്യം ആക്വിലയ്ക്കും പ്രിസ്കില്ലായ്ക്കും ഉണ്ടായിരുന്നു. വചനത്തിൽ ആഴപ്പെട്ട് ജീവിക്കുന്നവർക്ക് മറ്റുള്ളവരുടെ ജീവിതവും ചിന്താരീതിയും മാറ്റുവാനായിട്ട് സാധിക്കുകയുള്ളൂ. വീണ്ടും നമ്മൾ ആക്വിലായെയും പ്രിസ്കില്ലായെയും കാണുന്നത് പൗലോസ് ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിലാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 16-ാം അധ്യായം 3-4 തിരുവചനങ്ങളിൽ അവിടെ പൗലോസ് ലീഹ പ്രത്യേകമായി ഈ ദമ്പതികളെക്കുറിച്ച് പറയുന്നത്, അവർ എനിക്ക് ക്രിസ്തുവിൻ്റെ കൂട്ടുവേലക്കാരാണെന്നാണ്. ക്രിസ്തുവിൻ്റെ കൂട്ടുവേലക്കാരായി ഇതാ ആക്വിലായും പ്രിസ്കില്ലായും മാറുന്നു. ഒരു ദമ്പതികൾക്ക് വചനത്തിൽ ആഴപ്പെട്ട് കഴിയുമ്പോൾ അവരിൽ
അവരിലുണ്ടാകേണ്ട വളർച്ച എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ കൂട്ടുവേലക്കാരായി തീരുക എന്നുള്ളതാണ്. പൗലോസ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനം 1-ാം ലേഖനം 3-ാം അധ്യായം 9-ാം തിരുവചനം പൗലോസ്ലീഹയെക്കുറിച്ച് ഇപ്രകാരമാണ് പൗലോസ്ലീഹ പറയുന്നത്: ഞങ്ങൾ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരാണ്. ഞങ്ങൾ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരാണ്. ആ സ്ഥാനത്തേക്ക് ഇതാ ആക്വിലായും പ്രിസ്കില്ലായും ഉയരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവരെക്കുറിച്ച് പറയുന്ന ഇപ്രകാരമാണ്: ക്രിസ്തുവിന് വേണ്ടി ജീവൻ പണയപ്പെടുത്തിയവരാണവർ, ജീവൻ ത്യജിച്ചവരാണവർ. എന്ത് ത്യാഗങ്ങളും എടുക്കാൻ തയ്യാറാണ് അവരുടെ ജീവിതം മുഴുവനായിട്ടുണ്ടായിരുന്നത്. അവർക്ക് ക്രിസ്തുവാണ് പ്രഥമ സ്ഥാനമായിട്ടുണ്ടായിരുന്നത്. അതിനുവേണ്ടി അവരുടെ ഭവനം പോലും ഒരു പള്ളിയായി രൂപാന്തരപ്പെടുന്നതായി നമുക്ക് തിരുവചനത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒരു ദാമ്പത്യ ജീവിതത്തിൽ വളർച്ചയെത്തുമ്പോൾ അവർ ക്രിസ്തുവിൻ്റെ കൂട്ടുവേലക്കാരായി മാറണമെന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിച്ചു തരുന്നു. ഇതാ നമ്മൾ വീണ്ടും ആക്വിലായെയും പ്രിസ്കില്ലയെയും കാണുന്നത് പൗലോസ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 16-ാം അധ്യായം 19-ാം തിരുവചനത്തിലാണ്. പൗലോസ്ലീഹ കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതുമ്പോൾ ഇവർ സഭാ ശുശ്രൂഷകരുടെ ലെവലിലേക്ക് ഈ ദമ്പതികൾ എത്തുന്നതായി നമ്മൾ മനസ്സിലാക്കുന്നു. ദാമ്പത്യ ജീവിതത്തിൻ്റെ വളർച്ചയിൽ വചനത്തിൽ ആഴപ്പെട്ട് ക്രിസ്തുവിൻ്റെ കൂട്ടുവേലക്കാരായി സഭാ ശുശ്രൂഷകരായി മാറുമ്പോഴാണ് ദാമ്പത്യത്തിലുള്ള ആനന്ദം പൂർണ്ണമായി അഭിഷേകത്തോടെ ഉപയോഗിക്കാനും വളരുവാനുമായിട്ട് സാധിക്കുക. ആ ലെവലിലേക്ക് ആക്വിലായും പ്രിസ്കില്ലായും എത്തുന്നതായി തിരുവചനത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നു. 1 കൊരിന്ത്യർ 16-ാം അധ്യായം 13-ാം തിരുവചനം: സകല കാര്യങ്ങളിലും സ്നേഹത്തോടെ ജാഗ്രതയോടെ വിശ്വാസത്തിൽ ഉറച്ച് പൗരുഷവും കരുത്തുള്ളവരുമായി വചനത്തിന് സാക്ഷ്യം വഹിക്കുവാൻ പൗലോസ്ലീഹ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതെല്ലാം ആക്വിലായ്ക്കും പ്രിസ്കില്ലായ്ക്കും അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്ന് വേണം നമ്മൾ വചനത്തിൻ്റെ വെളിച്ചത്തിൽ മനസ്സിലാക്കാൻ. പ്രിയപ്പെട്ടവരെ, അവസാനമായി നമ്മളവരെ കാണുന്നത് തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായം 19-ാം തിരുവചനത്തിലാണ്. ദാമ്പത്യ ജീവിതത്തിൻ്റെ പൂർണിമ എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുമ്പോഴാണ് ദാമ്പത്യ ജീവിതത്തിൻ്റെ പൂർണിമ, ദാമ്പത്യ ജീവിതത്തിൻ്റെ ആനന്ദത്തിൻ്റെ പൂർണിമ കണ്ടെത്തുവാനായിട്ട് സാധിക്കേണ്ടത്. എന്താണ് അവിടെ പറയുന്നത്? പൗലോസ്ലീഹ തിമോത്തിയോസിന് ലേഖനം എഴുതുന്നു. ആ ലേഖനം എഴുതുന്നതിൻ്റെ സാഹചര്യ പ്രകാരമാണ് റോമിലെ ജയിലിൽ കിടക്കുന്ന അവസരത്തിലാണ് ഇതാ പൗലോസ്ലീഹ തിമോത്തിയോസിന് 2-ാമത്തെ ലേഖനം എഴുതുന്നത്. കാരാഗൃഹവാസത്തിൽ, വേദനയുടെ അവസരത്തിൽ, ഒറ്റപ്പെട്ട അവസരത്തിൽ, സങ്കടപ്പെടുന്ന അവസരത്തിൽ, ആരുമില്ലാതെ ഏകാന്തതയിലായിരിക്കുമ്പോൾ പൗലോസ്ലീഹ ഓർമ്മിക്കുന്നത് ആക്വിലായെക്കുറിച്ച്, പ്രിസ്കില്ലായെക്കുറിച്ച്, അവരുടെ ജീവിത മാതൃകയെക്കുറിച്ചാണ്. അവരെ മറക്കരുത് എന്ന് ഇതാ പൗലോസ്ലീഹ ഓർമ്മിപ്പിച്ചു തരികയാണ്. പ്രിയപ്പെട്ടവരെ, നന്ദിയോടെ വ്യാജ പ്രബോധനങ്ങൾക്കെതിരെ കരുത്തുറ്റവരായി ആക്വിലായും പ്രിസ്കില്ലായും നിലകൊണ്ടു എന്ന് തിരുവചനത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. പ്രിയപ്പെട്ടവരെ, മാതൃകാ ദമ്പതികളായി ക്രിസ്തുവിൻ്റെ വചനത്തിൽ ആഴപ്പെട്ട് ഓരോ ദമ്പതികളും ജീവിതം നയിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, ദാമ്പത്യ ജീവിതത്തിൽ അതിൻ്റെ ആനന്ദത്തിൻ്റെ പൂർണിമയിൽ ക്രിസ്തുവിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ കൂട്ടുവേലക്കാരായി ഓരോ ദമ്പതികളും രൂപാന്തരം പ്രാപിക്കട്ടെ. ഈശോ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.